വെൽക്കം ടു ദ മഫംഗു. അങ്ങുവിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു കുക്കിംഗ് വീഡിയോ റെസിപ്പിയാണ്. ഇഡ്ലിക്കും ദോശയ്ക്കും ഒക്കെ കൂട്ടാൻ പറ്റുന്ന ഒരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഇതിനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ: മുഴുവൻ മല്ലി 2 ടേബിൾ സ്പൂൺ, കുറച്ച് കറിവേപ്പില, ഒരു 4-5 ചെറിയ ഉള്ളി, എരിവിന് ആവശ്യമുള്ള വറ്റൽമുളക്, പിന്നെ ഒരു അരമുറി തേങ്ങ. ഇത് കടുക് വറുക്കാനാണ്. ചെറിയുള്ളി മുഴുവനായിട്ട് ചെറിയുള്ളി തന്നെ ഉണ്ടെങ്കിൽ അത് തന്നെ മാക്സിമം എടുക്കുക. എനിക്കത് തികയാത്ത കാരണം കേട്ടോ ഒരു സവാളയും കൂടെ അതിൽ വെച്ചത്. അതിനുശേഷം നമ്മൾ അടുപ്പ് കത്തിച്ച് ചീനച്ചട്ടി ചൂടാക്കാൻ വയ്ക്കുക. എന്നിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇത് വറക്കാൻ ആവശ്യമായിട്ടുള്ളത് മാത്രം. നമ്മൾ വറക്കുന്നത് വേറൊന്നുമല്ല, ചുവന്ന മുളകും മുഴുവൻ മല്ലി, കറിവേപ്പില, ചെറിയുള്ളി, ഇത് മാത്രമേ വറക്കുള്ളൂ കേട്ടോ. തേങ്ങ വറക്കേണ്ട ആവശ്യമില്ല. ഈ വറുത്ത സാധനങ്ങളിലൊപ്പം തേങ്ങയും കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കലാണ് ഇതിന് വേണ്ടിയിട്ട് ചെയ്യുക. അപ്പോൾ ആദ്യം നമ്മൾ ചുവന്ന മുളകും മല്ലിയും കറിവേപ്പിലയും അതിൻ്റെ ഒരു പച്ച മണം മാറുന്ന വരെ നമ്മൾ വറുത്തെടുക്കണം കേട്ടോ. അതിൻ്റെ ഒന്ന് കളറൊക്കെ മാറി വരുമ്പോൾ നമ്മൾ അതിനായിട്ട് മാറ്റി വെച്ച കുറച്ച് ചെറിയുള്ളിയും കൂടെ ചേർത്ത് വീണ്ടും വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ, നല്ല ടേസ്റ്റാണ്. അതേപോലെ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കണം. ഹൈപ്പ് അടിക്കാൻ പറ്റുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഹൈപ്പ് അടിച്ച് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഉള്ളിയും കൂടി ഇട്ടിട്ടുണ്ട് വഴറ്റാനായിട്ട്. അത് ഇതുപോലെ അതിൻ്റെ ഒരു പച്ച ടേസ്റ്റ് മാറുന്നതായിരിക്കും. അതും വഴറ്റുക. വഴറ്റി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് അരയ്ക്കണം. എനിക്ക് ആ അരക്കണതിൻ്റെ ഞാൻ അരച്ചത് എടുത്തായിരുന്നു, ആ വീഡിയോ വിട്ടുപോയി. അരച്ചെടുത്തിട്ട് വന്നത് അരയ്ക്കുന്നതിൻ്റെ ആ ഒരു ഇതായിരുന്നു എൻ്റെ മിസ്സായിപ്പോയി. അപ്പോൾ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും അതുപോലെ ഗ്രേവിക്ക് അനുസരിച്ച് കൺസിസ്റ്റൻസിക്ക് അനുസരിച്ചിട്ടുള്ള വെള്ളവും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇളക്കി നോക്കുക നമുക്ക് എങ്ങനെയാണ് ഗ്രേവി വേണ്ടത്. അതിനനുസരിച്ചിട്ട് വീണ്ടും വെള്ളം ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. കാരണം ഇത് ഇപ്പം നമ്മൾ ഗ്യാസൊന്നും കത്തിച്ചിട്ടില്ല. നമ്മൾ ആ അരച്ചെടുത്തിട്ട് വന്ന അത് നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു. അതിൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു, ആവശ്യത്തിന് ഉപ്പിട്ടു, അതുപോലെ ഗ്രേവിയുടെ കൺസിസ്റ്റൻസി അനുസരിച്ചിട്ടുള്ള വെള്ളവും നമ്മൾ ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് എല്ലാം മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ആണ് അടുപ്പ് കത്തിച്ച് വീണ്ടും തിളപ്പിക്കാനായിട്ട് വയ്ക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ആവശ്യമുള്ള ഗ്രേവി ഇത്ര ആയത് കാരണം ഞാൻ അത്രയും തന്നെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്, മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുപ്പ് കത്തിച്ച് അത് തിളപ്പിക്കാനായിട്ട് വയ്ക്കുക. കുറച്ച് കഴിയുമ്പോൾ കുറച്ച് 5-10 മിനിറ്റ് 5-6 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ തിളച്ചിങ്ങനെ പതഞ്ഞ് വരും. കണ്ടോ, ചെറുതായിട്ടൊക്കെ പതഞ്ഞിങ്ങനെ വരുന്നുണ്ട്. നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ അത് മാറ്റിയിട്ട് കടുക് വറുത്തിടുക. അത്രയേ ഉള്ളൂ. ഈസിയാണ് കേട്ടോ, നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. തിളയ്ക്കുന്നുണ്ട്. നല്ലോണം തിളച്ച് തുടങ്ങി. വീണ്ടും ഇളക്കി കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പിൻ്റെയൊക്കെ ടേസ്റ്റൊക്കെ നോക്കുക. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. നല്ലപോലെ തിളച്ചു.
വീണ്ടും നോക്കുക ഗ്രേവിയുടെ കൺസിസ്റ്റൻസി ഇപ്പോൾ ഓക്കെ അല്ലേ, ഇതിപ്പോൾ ഓക്കെയാണ്. അത് മാറ്റി വെച്ച് ഇനി വറുത്ത് കിട്ടും. ചീനച്ചട്ടി വെച്ചു, അതിനാവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു. അതൊന്ന് ചൂടായതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കും. കടുകൊന്ന് പൊട്ടി വരണം. അതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടില്ലേ ചെറിയ ഉള്ളിയും കുറച്ച് ചെറിയ ഉള്ളിയും സവോളയൊക്കെ, അതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞ് വെക്കണം. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. കറിവേപ്പില കൊടുത്ത് അതിനുശേഷം അരിഞ്ഞ് വെച്ച ചെറിയ ഉള്ളി സവോളയും കൂടെ നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കും. ഒരുപാട് ഇങ്ങനെ ഗോൾഡൻ ബ്രൗൺ കളർ ആവണമെന്നൊന്നുമില്ല, ജസ്റ്റ് കടിക്കാൻ കിട്ടണം. നമ്മൾ ആ ഗ്രേവിയിൽ ഉള്ളി കടിക്കാൻ പറ്റണം, എന്നാൽ പച്ചമണം മാറും വേണം. അപ്പോൾ ആ രീതിക്ക് ഇത് ഫ്രൈ ആക്കി എടുക്കുക. അതിന് ശേഷം ആ കറിയിലോട്ട് നമുക്കിത് കൊടുക്കാം. മാക്സിമം ചെറിയ ഉള്ളി തന്നെ വെട്ടിക്കഴിയുമ്പോൾ സവാള യൂസ് ചെയ്യാതെ തന്നെ ചെറിയ ഉള്ളി തന്നെ കൂട്ടുന്നതാണ് ഒന്നും കൂടെ ടേസ്റ്റ്. ഒരുപാട് ഗോൾഡൻ കളറൊന്നും ആക്കണ്ട, ഒന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ ഗ്രേവിയിലോട്ട് കൊട്ടുക. നമ്മുടെ തേങ്ങാച്ചാർ റെഡി. ദോശയ്ക്ക് ഒക്കെ അടിപൊളി ടേസ്റ്റ് ആട്ടോ. എല്ലാവരും അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കുക. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവരോടും ഒരുപാട് നന്ദി ഇതുവരെ സപ്പോർട്ട് ചെയ്തതിന്. താങ്ക്സ് ഫോർ വാച്ചിങ്.